സാജി തുടരുക. ജോസി ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, പി സി ജോർജ് ഇപ്പോൾ എവിടെയാണുള്ളത്? വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. നോട്ടീസൊന്നും ഇനിയില്ല. നോട്ടീസ് കൊടുത്ത് അദ്ദേഹം സ്റ്റേഷനിലേക്ക് വരുന്നതും കാത്തിരിക്കേണ്ടതില്ല. പോയി അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തി എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് നടപടി ഉണ്ടാകും? പി സി അതിനോട് എങ്ങനെ സഹകരിക്കും? പി സി ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന കാര്യങ്ങളിലൊക്കെ എന്തെല്ലാം കൂട്ടിച്ചേർക്കാനുണ്ട് ജോസി? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ വരെ ഇത്തരത്തിൽ ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറസ്റ്റിന് അനുമതി ലഭിച്ചു എന്നത് വിവരം പുറത്തു വരുമ്പോൾ പി സി ജോർജ് എവിടെയാണെന്ന കാര്യത്തിൽ പോലീസിനൊരു കൃത്യത വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പി സി ജോർജ് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന നിലപാടിലായിരുന്നു പോലീസ്. അല്ലെങ്കിൽ പി സി ജോർജിന്റെ അടുത്ത അനുയായികളും പി സി ജോർജ് വീട്ടിൽ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന്റെ വാഹനവും മറ്റും ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ തന്നെ ഉണ്ട്, അദ്ദേഹം പുറത്തു പോയിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പി സി ജോർജ് നേരത്തെ മുൻകാല കേസുകളുടെ സമയത്ത് വാഹനമൊക്കെയും വീട്ടിൽ ഉപേക്ഷിച്ച ശേഷം സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക്, രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരുന്നു. സമാനമായ രീതിയിൽ ഈ കേസിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്ന പശ്ചാത്തലത്തിൽ ആ നിലയ്ക്ക് മാറി നിൽക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ആ നിലയ്ക്കൊക്കെയുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നേരത്തെ നമുക്ക് ലഭിച്ചിരുന്നത് തിടുക്കപ്പെട്ടുള്ള അറസ്റ്റിന് സാധ്യതയില്ല എന്നതായിരുന്നു ഇന്നലെ മുതൽ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്തായാലും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. പക്ഷേ ഇപ്പോൾ ഉടനെ ഉന്നത പോലീസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്ത പി സി ജോർജിന്റെ കേന്ദ്രങ്ങളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ, അല്ലെങ്കിൽ പി സി ജോർജ് എവിടെയാണുള്ളതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണമോ നൽകാൻ പി സി ജോർജിന്റെ അടുത്ത അനുയായികളോ പ്രവർത്തകരോ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അക്കാര്യങ്ങളിലടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും അന്തിമ അനുമതി പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പോലീസ് പി സി ജോർജിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കും. അതേസമയം പി സി ജോർജ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി സി ജോർജിന്റെ വാഹനം വീട്ടിലുണ്ട്, അദ്ദേഹത്തിന്റെ മകനും അടുത്ത അനുയായികളുമൊക്കെയും വീട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ബി ജെ പി നേതാക്കളൊക്കെയും സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പി സി ജോർജ് എവിടെയാണുള്ളതെന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലടക്കം അവർ പരിശോധന നടത്തുന്നുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യാപകമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് പി ഡി പിയുടെ മാർച്ചും ഇന്ന് എസ് ടി പിയുടെ മാർച്ചും പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നു. കൂടാതെ പരാതിക്കാരായ യൂത്ത് ലീഗ് ഏകദിന ഉപവാസത്തിന് പ്രഖ്യാപനം നടക്കുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാഗത്തുനിന്ന് പി സി ജോർജിന്റെ അറസ്റ്റ് ഇത്തരത്തിൽ വൈകുന്നതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ ജനുവരി 5-നാണ് ഈ നിലയ്ക്ക് വലിയ സമൂഹത്തിൽ വലിയ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള വിവാദമായ പരാമർശം പി സി ജോർജ് ചാനൽ ചർച്ചയിൽ നടത്തിയത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു പി സി ജോർജിന്റെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ എത്തുകയും പോലീസ് കേസെടുക്കുകയും ആദ്യം കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഇന്നലെ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി ഒരു ദിവസം പിന്നിടുമ്പോഴും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതെ പോലീസ് അമാന്തം കാണിക്കുന്നതിന് വലിയ വിമർശനം ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ബി ജെ പി സിനെ എങ്ങനെ ഉപയോഗിക്കുമെന്നതും കൂടി പ്രധാനമല്ലേ ജോസി? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിലെ ബി ജെ പി നേതാക്കൾ നിരന്തരമായി വീട്ടിലെത്തി പി സിക്ക് പിന്തുണ നൽകുന്നതും പി സിയുമായി സംസാരിക്കുന്നതിന്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. സംസ്ഥാന നേതൃത്വം കൃത്യമായി പി സി ജോർജുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു അറസ്റ്റിന് വേണ്ടി പോലീസ് സംഘം അങ്ങോട്ട് എത്തിയാൽ തന്നെയും ബി ജെ പി പ്രവർത്തകർ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിന് അനുകൂലമായി അവിടെ നിലയുറപ്പിക്കുവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇന്നലെ തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായി പി സി ജോർജ് അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജും ഒക്കെയും ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിനെ പോലീസിന് വിട്ടുകൊടുക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പി സി ജോർജിനെ ഈ നിരുപാധികം അറസ്റ്റിന് വഴങ്ങുക, കീഴടങ്ങുന്ന തരത്തിലേക്ക് കടക്കേണ്ടതെന്ന് തന്നെയായിരുന്നു ഇന്നലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നും പി സി ജോർജിന് ലഭിച്ചിരുന്ന നിർദ്ദേശം. സ്വാഭാവികമായും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ജെ പി അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. ആ നിലയ്ക്ക് അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ആ നിലയ്ക്ക് അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരികയും പി സി ജോർജിനെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു നേതാവിന് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ പോലീസ് ഇടപെടൽ എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനും ബി ജെ പി ശ്രമിക്കും. അടുത്തിടെയാണ് പി സി ജോർജും മകനും അവരുടെ മുൻ ജനപക്ഷം പാർട്ടി
പിരിച്ചുവിട്ട ശേഷം BJP പാളയത്തിലെത്തിയ ശേഷം ഇത്തരത്തിലുള്ള ആദ്യ കേസാണ് PC ജോർജിനെതിരെ. അത് അറസ്റ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ അത് PC ജോർജിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലും അത് ഈ തരത്തിലുള്ള അറസ്റ്റ് പോലീസ് നടപടികളെ ആ നിലയ്ക്കേക്കും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനായിരിക്കും BJP ശ്രമിക്കുക. സൈഫുദ്ദീൻ, എന്തായാലും എപ്പോഴത്തേക്കായിരിക്കും ഇനി അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഉന്നത തലത്തിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റിന് അനുമതി ലഭിച്ചിരിക്കുന്നു. ആ നിലക്ക് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കം ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതിന്റെ സമയമോ സന്ദർഭമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സൂചന ലഭിക്കുന്നില്ല എങ്കിൽ കൂടിയും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകൾ നിലനിൽക്കുകയാണ്. PC ജോർജ് വീട്ടിലുണ്ടോ അല്ലെങ്കിൽ മാറി നിൽക്കുമോ, ഒളിവിൽ പോകുമോ? മുൻകാലങ്ങളിലൊക്കെ പോലീസുമായി അത്ര കണ്ട് സഹകരിക്കുന്ന രീതിയിൽ PC ജോർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസിന്റെ നടപടികളുമായി PC ജോർജ് പുതിയ സാഹചര്യത്തിൽ എത്ര കണ്ട് സഹകരിക്കാനിടയും സാഹചര്യമുണ്ട് എന്നതൊക്കെ പ്രധാനമാണ്. എന്തായാലും PC ജോർജ് രാവിലെ പൂഞ്ഞാറിലെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. ഇനിയിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായ പശ്ചാത്തലത്തിൽ PC ജോർജ് അവിടെ നിന്ന് മാറി നിൽക്കാൻ ഇടയുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്, ആഭ്യന്തര വകുപ്പിന് മേലുണ്ട്. ഇതിപ്പോൾ 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടും PC ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ഇന്നിപ്പോൾ SDPIയുടെ മാർച്ചുണ്ട്. ഉപവാസ സമരത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ തുറകളിൽ നിന്ന് സർക്കാരിനെതിരെ, പോലീസിനെതിരെ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു വലിയ സാഹചര്യം സർക്കാരിന് മുന്നിലുണ്ട്. ഒപ്പം ഈ വർഗീയ ഫാസിസ്റ്റിനെതിരെയും ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ വലിയ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന CPM സർക്കാരിന് ഈ ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും PC ജോർജിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാകാനിടയുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് വേഗത്തിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ചോദ്യങ്ങൾ മുന്നിലുള്ളത്. PC ജോർജിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അറസ്റ്റ് വരിക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ PC ജോർജ് വരുന്നതും കാത്തിരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസ് സംഘം വീട്ടിലെത്തി PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും ഒരു സാധ്യത കൂടുതൽ. അങ്ങനെയെങ്കിൽ PC ജോർജും BJP പ്രവർത്തകരും അദ്ദേഹത്തിന് അനുയായികളും ഒക്കെ ഈ നടപടിയോട് എങ്ങനെ സഹകരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ടതാണ്. എന്തായാലും ഈ സമയം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു പക്ഷേ ഇന്ന് തന്നെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനകളാണ്. ഇനി അതിന്റെ സന്ദർഭവും അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറസ്റ്റിനുള്ള അനുമതി കോട്ടയത്തെ പോലീസ് ടീമിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എപ്പോഴത്തേക്ക് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത്. ഈ വാർത്ത